അപ്പോൾ നമ്മളിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓഫുള്ളൊരു ദിവസമാണ് കേട്ടോ. ശരിക്കും ഓഫുള്ള ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഫുഡിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്ന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശയായിരുന്നു. അപ്പോൾ അതാണ് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ഗോതമ്പ് ദോശ ആക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ നമ്മൾ കൂടത്തിൽ മുട്ടക്കറി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ മുട്ടക്കറി നോക്കുമ്പോൾ അതിലെ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ വായോ നമുക്ക് മുട്ടക്കറി ആക്കാം. അപ്പോൾ ആദ്യം പാൻ വെച്ച് പാനിൽ അല്പം എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക്, പിന്നെ നീളത്തിലരിഞ്ഞ സവോള നൈസായിട്ട് അരിഞ്ഞതാണ്, അതൊരു 2-3 സവോള എടുത്തിട്ടുണ്ട് ഞാൻ, മീഡിയം സൈസ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ് കേട്ടോ, അത് ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി ആ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നെന്ന് തോന്നുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി, ഞാനിവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല എരിയുള്ള മുളക് പൊടിയാണ്, അപ്പോൾ നമ്മൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് ഞാനൊരു 1/4 സ്പൂൺ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അതായത് 1/4 സ്പൂൺ മുളക് പൊടിക്ക് ഞാനൊരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒരു സ്പൂണോളം നമ്മൾ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കരിയാൻ പാടില്ല മസാല. നല്ലോണം ഒന്ന് വഴറ്റി എല്ലായിടത്തും എത്തിക്കുക മസാലയെല്ലാം. നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂണ്, ടീസ്പൂണ് ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കുക അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി നാരങ്ങ നീരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്ത് നാരങ്ങ നീരൊക്കെ മുട്ടക്കറിക്ക് ഇടുന്നത്, ഇത് എൻ്റേതായ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നാരങ്ങ നീര് ഇച്ചിരി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂണ് അളവിൽ ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് തക്കാളി ഇട്ടാലും മതി, ഒരു കുഞ്ഞു തക്കാളി, നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ പേസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴണ്ട് ഈ തക്കാളി ഓൾറെഡി പേസ്റ്റ് ആണെങ്കിൽ കൂടി അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറി കിട്ടണമല്ലോ, അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഞാൻ അതേസമയം തന്നെ കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം ആ തിളച്ച വെള്ളം വേണം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് ഇതിലെന്നല്ല, എന്തിലാണെങ്കിലും നമ്മൾ തണുത്ത വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ ഇപ്പം നമ്മൾ ചൂടുവെള്ളം ആഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ തിള കയറിക്കോളും. പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ എരി കൂടുതലാണെന്ന് തോന്നുകയാണ്, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കുറച്ച് ഒരു കുഞ്ഞ് ടീസ്പൂണോളം അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം മതിയാവും, നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഇതിൽ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് അധികം എരിവ് എടുത്ത് നിൽക്കില്ല, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ചുട്ടു, ഗോതമ്പ് ദോശ ചുട്ട് നമ്മുടെ മുട്ടക്കറിയും കൂട്ടി കഴിക്കാമെന്ന് വെച്ചു. നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നാളെ എന്താ ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് ഒന്നും പിടികിട്ടില്ല എന്ന്. അതേമാതിരി ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ തന്നെ ടെൻഷനാവും. അപ്പോൾ പിന്നെ രാവിലെ എന്താണോ എളുപ്പം അതങ്ങനെ ആക്കും. എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് രാവിലെ എണീറ്റ ഒന്നല്ലെങ്കിൽ കപ്പ, അല്ലെങ്കിൽ ചക്ക, അതല്ലെങ്കിൽ കാച്ചിൽ, ചേന എന്നും പറഞ്ഞ് സീസൺ അനുസരിച്ച് മാറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒരാളെ കണ്ടോ, പനി പിടിച്ച് ടിവിയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. വിശന്നിട്ട് വയ്യ, എന്നാലും ഒന്നും പറയുന്നില്ല കേട്ടോ, വിശക്കുന്നുണ്ട് വേണമെന്ന്. പനി പിടിച്ചിട്ട് മടി പിടിച്ചിരിക്കുക എന്ന് വേണം പറയാൻ. അപ്പോൾ കെട്ടിയ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് എടുത്ത് കഴിക്കാൻ തീരുമാനിച്ചു.